എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗയയിലാണ്. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരമാണ് ഗയയിലേക്ക് ഉള്ളത്. ബോധിഗയാന്നും ബുദ്ധഗയാന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ബുദ്ധഭഗവാന് ജ്ഞാനോദയം ഉണ്ടായത്. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്ക് ഈ ബുദ്ധഗയയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇന്ത്യയിലെ കൂടാതെ നേപ്പാൾ, ശ്രീലങ്ക, തൈവാന്, ഭൂട്ടാൻ അങ്ങനെ പല രാജ്യങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ, ബൗദ്ധ ആരാധനാ കേന്ദ്രങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഗയയിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നതിനോടൊപ്പം തന്നെ ബുദ്ധൻ്റെ ജീവിതത്തിനെക്കുറിച്ചും ബുദ്ധൻ്റെ ദർശനങ്ങളെക്കുറിച്ചും, അതായത് ബുദ്ധമതത്തിനെ കുറിച്ചിട്ടുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടാവും. അതുകൊണ്ട് ആരും വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. അങ്ങനെ നമ്മൾ വാരണാസി ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വാരണാസിയിൽ നിന്ന് ഗയയ്ക്ക് പോവുകയാണ്. ഗയയിൽ നിന്ന് നളന്ദ സർവകലാശാല ഇവിടെ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെയാണ് നമ്മൾ വാരണാസിയിൽ എത്തിയത്. വാരണാസിയിൽ നമ്മൾ എത്തുന്നത് അയോധ്യയിൽ നിന്നാണ്. വാരണാസിയിലെ കാഴ്ചകളൊക്കെ ഇന്നലെ ഒരു പകൽ കൊണ്ട് കണ്ടതിന് ശേഷം വാരണാസിയിൽ ഒരു റൂം എടുത്ത് വാരണാസിയിൽ നിന്നു. ഇന്ന് രാവിലെ നമുക്ക് 9:30-ക്കാണ് ഗയയ്ക്കുള്ള ട്രെയിൻ. വാരണാസിയിൽ നിന്ന് അനേകം ട്രെയിനുകളുണ്ട് ഗയയ്ക്കുള്ള ട്രെയിനുകൾ. ഒരു 5-6 മണിക്കൂർ യാത്രയുണ്ട് ഗയ വരെ. ഇത് വാരണാസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ടാറ്റ സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ് ആണ്. 9:30-ക്ക് പോകേണ്ടതാണ്. 10:30 ഇതുവരെ ട്രെയിനും എടുത്തിട്ടില്ല. ഇതുവരെ ഇതിൻ്റെ ഗേറ്റ് അകത്തോട്ട് കയറാനുള്ള സംവിധാനങ്ങളൊന്നും തുറന്നിട്ടുമില്ല. സമയം വൈകുന്നേരം ഏകദേശം ഒരു 4-4:30 കാണും. ഗയ ഏകദേശം അടുക്കാറായി. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തൂടെയും യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ വിഭിന്നങ്ങളായിട്ടുള്ള, ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. പച്ചപ്പാണെന്ന് വെച്ചാൽ പച്ചപ്പല്ല, മുഴുവൻ വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു ബീഹാറിൻ്റെ ഒരു പ്രത്യേക ഒരു കാഴ്ച, ഇതുവരെ ട്രെയിനിൽ കാണാത്ത രീതിയിലുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബീഹാറിൽ എത്തുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ബീഹാറിൽ ട്രെയിനിൽ പോലും ബീഹാർ പാസ് ചെയ്ത് പോയിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിലെ ഗയ അടുക്കാറായി. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി നമ്മൾ ഗയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, സാമാന്യം വലിപ്പമുള്ളൊരു സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലോട്ടും പോകുന്ന ട്രെയിനുകളൊക്കെ ഇതിലെ പാസ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഗയ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് എവിടെയെങ്കിലും താമസിക്കാനൊരു സൗകര്യം നോക്കണം. ഇത്രയും സമയമായതുകൊണ്ട് ഇന്നിനി കാഴ്ചകളൊന്നും കാണാനായിട്ട് പോകാൻ നമുക്ക് സമയം കിട്ടണമെന്നില്ല. എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ വെളിയിലിറങ്ങി എവിടെയെങ്കിലും താമസത്തിനുള്ളൊരു സൗകര്യമാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഈ സ്റ്റേഷൻ്റെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ സ്റ്റേഷൻ കാണുന്ന വലിയ ബോർഡുകളൊന്നും വെളിയിൽ കാണുന്നില്ല. ടിക്കറ്റ് കൗണ്ടറും എല്ലാം സ്റ്റേഷന് വെളിയിലൊരു സ്ഥലത്തായിട്ടാണ് കാണുന്നത്. പല സ്റ്റേഷനുകളും ഇപ്പോൾ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാണ്. ഈ ബാറ്ററി റിക്ഷകളാണ്, ചെറിയ ഇലക്ട്രിക് റിക്ഷകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ അടുത്ത് ഹോട്ടലുകളൊക്കെ 1-2 ഹോട്ടലുകളൊക്കെ കുറച്ചങ്ങോട്ട് മാറി ഇവിടെ നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഗയയിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് സാമാന്യം നല്ലൊരു റൂം കിട്ടി. 500 രൂപയാണ് പറഞ്ഞത്. ഞാൻ 400 രൂപ പറഞ്ഞ് 400 രൂപയിൽ ഉറപ്പിച്ചു. വേറെ പലർന്ന് ചോദിച്ചപ്പോൾ 700-800 രൂപയൊക്കെയാണ്. എന്നാലും സാമാന്യം വലിയ കുഴപ്പമില്ലാത്തൊരു റൂമാണ്. 400 രൂപയ്ക്ക് ഒരു ദിവസത്തേന് നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത ചോറ്, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ കുത്തരി എന്ന് പറയാൻ പറ്റുകയില്ല, വലിപ്പമുള്ള സൈസ് ചോറ്, വെള്ളയാണെന്നേ ഉള്ളൂ. പക്ഷേ നാട്ടിലേക്ക് ചോറിൻ്റെ പോലത്തെ തന്നെ നമുക്ക് തോന്നും. സാധാരണ ഈ ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് ഈ വേറെ വൈറ്റ് റൈസ് അങ്ങനത്തെ ഒരു അരിയാണ് സാധാരണ കിട്ടുന്നത്. ചോറ് സാധാരണ ഇവർ കൂടുതൽ ഉപയോഗിക്കാറുമില്ല. മറ്റ് ചപ്പാത്തിയുടെ കൂടെ ഒരു ശകലം ചോറായിരിക്കും ഇവർ തരുന്നത്. എന്നാൽ ഇവിടെ മെയിനായിട്ട് ചോറ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ 70 രൂപയ്ക്കൊക്കെ നല്ല സാമാന്യം വയറ് നിറച്ച് നമുക്ക് ചോറ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭക്ഷണത്തിനൊക്കെ ഇവിടെ ഗയയിൽ വളരെ ചിലവ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരിതൊന്നുമില്ല. സാമാന്യം വൃത്തിയൊക്കെ ഉണ്ട്. ഗുജറാത്തിലെ പല സ്ഥലങ്ങളും വെച്ചിട്ടൊക്കെ നോക്കുമ്പോഴത്തേനും നല്ല വൃത്തിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. ഇന്ന് രാത്രി ഒത്തിരി കറങ്ങാതെ നമ്മൾ റൂമിൽ തിരിച്ചെന്ന് വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ടു. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടുന്ന് ഗയയിൽ നിന്ന് നമ്മൾ ബോധിഗയ്ക്കാണ് പോകേണ്ടത്. ബോധിഗയിലാണ് ബുദ്ധൻ്റെ ക്ഷേത്രങ്ങളുമൊക്കെ ഉള്ളത്. അവിടോട്ട് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകണം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ കരുതുന്നത്. 5 പൂരിയും ഇവിടെ ഒരു ജിലേബിയും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നത്. 5 പൂരിയും ജിലേബിയും കൂടെ ഒരു 30 രൂപയേ ഉള്ളൂ ഇവിടുത്തെ ചാർജ്. ഗയയിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിന്ന് നമുക്ക് ബോധിഗയ്ക്കുള്ള ഒരു വണ്ടി കിട്ടിയിരിക്കുകയാണ്. 50 രൂപയാണ്, ഷെയർ ഓട്ടോയാണ്. वो सारा घुमा के इधर में लेके आए। वो घूमने में आपको ऊपर है 2.5 घंटा 2 घंटा 3 घंटा टाइम के लिए दिक्कत नहीं है। നമുക്ക് ഇവിടെ ഈ ബോധിഗയിലുള്ള സ്ഥലങ്ങളെല്ലാം കാണിക്കാനായിട്ട് ഒരു ചേട്ടന് 550 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ചലോ ഭയ്യ. ഇയാൾ നമ്മളെ കൊണ്ടുവന്നതിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള ഓരോ ക്ഷേത്രങ്ങളിലൊന്നുമല്ല കൊണ്ടുവന്നത്. ഇയാൾക്ക് നമ്മളെ യാത്ര ചെയ്യാൻ സൗകര്യത്തിനനുസരിച്ച് നമ്മളെവിടെയാണോ നിൽക്കുന്നത് അതിനടുത്തടുത്തുള്ള ക്ഷേത്രങ്ങൾ കണ്ടു പോവുകയാണ്. ഇതൊരു തായ്ലാൻഡിലെ ഒരു ബുദ്ധക്ഷേത്രമാണ്. തായ്ലാൻഡുകാരുടെ ഒരു ബുദ്ധക്ഷേത്രം. അവർ പണിത ഒരു ബുദ്ധക്ഷേത്രവും മൊണാസ്ട്രിയും ഒക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹിന്ദു ക്ഷേത്രത്തിലോട്ട് വരുന്ന ഒരു ഫീലല്ല. ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളെല്ലാം നല്ല തിരക്കുമായിരിക്കും, നല്ല ആക്റ്റീവായിരിക്കും. അവിടെ നമുക്ക് വേറൊരു ഒരു ഫീലാണ് തോന്നുന്നത്. ശരിക്കും തന്നെ രാജസിക് ഫീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ ശരിക്കും കൂടെ കുറച്ചും കൂടി ഒരു ശാന്തമായിട്ടൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രാജസിക് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, അത് വേറെ രീതിയിൽ പറഞ്ഞതല്ല. ശകലം കൂടെ ഒരു ആക്റ്റീവ് എന്നുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ നമുക്ക് കുറച്ചും കൂടി ബുദ്ധ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് ശകലം കൂടി ഒരു ശാന്തതയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ശാന്തത ഇല്ലെന്നല്ല, ശാന്തത കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഏകാന്തമായിട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ആ രീതിയിൽ കുറച്ചും കൂടി ശാന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഈ സാരനാഥിൽ പോയപ്പോഴും അതേപോലെ തന്നെയാണ് തോന്നിയത്. നമുക്ക് ഇവിടെ നിന്നും ക്യാമറയ്ക്കൊന്നും റിസ്ട്രിക്ഷൻ ഒന്നുമില്ല, നമുക്ക് അകത്തോട്ട് കയറാം. ബുദ്ധൻ്റെ നല്ല സുന്ദരമായിട്ടൊരു പ്രതിമയാണ് ദൂരെ കാണുന്ന, ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമയാണ്. ഇവിടം വരെയുള്ളൂ, ഇവിടം വരെ ഇത്രയേ പോകത്തുള്ളൂ, മുന്നോട്ട് പോകത്തില്ലെങ്കിലും നമുക്കിവിടെ നിന്നൊരു നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. സാമാന്യം ബുദ്ധൻ്റെ ഒരു ബുദ്ധക്ഷേത്രങ്ങളെല്ലാം നമ്മൾക്ക് പ്രതിമകൾ സാമാന്യം നല്ല വലുപ്പമുള്ള പ്രതിമകളാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചൈനീസ് ബുദ്ധക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ചൈനക്കാർ ഇവിടെ വന്ന് പണിതിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനോടൊപ്പം തന്നെ, ഈ ബുദ്ധക്ഷേത്രത്തിനോടൊപ്പം തന്നെ ഒരു മൊണാസ്ട്രിയും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഈ മൊണാസ്ട്രി തുടങ്ങുന്നത്, അങ്ങനെ ഒരു സംവിധാനം തുടങ്ങുന്നത് ബുദ്ധന്മാരാണ്. അതിന് ശേഷമാണ് നമ്മൾ ഹിന്ദു പാരമ്പര്യങ്ങളിലൊക്കെ ഈ മൊണാസ്ട്രിക്ക്, അതായത് ആശ്രമ സിസ്റ്റം വരുന്നത് ശങ്കരാചാര്യർക്ക് ശേഷമാണെന്നാണ് എൻ്റെ അറിവ്. നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസമുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ പഠിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഗുരുകുല വിദ്യാഭ്യാസം. മൊണാസ്ട്രിക് ലൈഫ് എന്ന് പറഞ്ഞാൽ അതല്ല, ആശ്രമ ജീവിതം. അനേകം ആൾക്കാർ വന്നിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ പഠിപ്പിക്കാനും പല ആൾക്കാർ, അങ്ങനെയുള്ളൊരു സംവിധാനം ബുദ്ധൻ്റെ കാലത്തിന് ശേഷമാണ്, ബുദ്ധൻ്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് 3 പ്രതിമകളാണ് കാണാനായിട്ട് പറ്റുന്നത്. ബുദ്ധൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത് 3. നമ്മൾ ഈ ബോധികയിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ്, ഈ കോമ്പൗണ്ടിനകത്താണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായ ക്ഷേത്രവും ആൽമരവും ഒക്കെ ഇതിനകത്താണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അലങ്കരിച്ച്, തോരണം കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് അകത്തോട്ട് കയറണം. ഇവിടെ വെളിയിൽ അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത് മൊബൈൽ അകത്തോട്ട് കയറ്റാൻ പറ്റുകയില്ല, ക്യാമറ അലൗഡാണ്. എന്തോ ചെറിയ ഫീസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ മൊബൈൽ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, ക്യാമറ കയറ്റാം. ക്യാമറയ്ക്ക് 25 രൂപയുടെ ഒരു റെസീറ്റ് എടുത്താൽ മതി. ഇവിടെ സാമാന്യം നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളൊരു ചെക്കിംഗ് പോയിന്റിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇതിനകത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളിവിടെ ഒരു ഗൈഡിനെ കൂട്ടിയിരിക്കുകയാണ്. 200 രൂപയാണ് ഗൈഡിൻ്റെ ചാർജ്. भगवान बुद्ध का ज्ञान स्थली पे आपका हार्दिक स्वागत है। हम लोग इस मंदिर में जा रहे हैं दर्शन के लिए। इस मंदिर का नाम മഹാബോധി മന്ദിർ ഹേ. ഇതാണ് ഗയയിലെ മഹാബോധി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടൊരു ആൽമരമുണ്ട്. അവിടെയാണ് ബുദ്ധ ഭഗവാന് ജ്ഞാനോദയം ഉണ്ടായത്. ഇത് 180 അടി ഉയരം ഉള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ആദ്യമായിട്ട് പണിയുന്നത് അശോക ചക്രവർത്തി ആയിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ഇത് പണിയുന്ന സമയത്ത് 30 അടി ഉയരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായതിനു ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ പല സ്ഥലങ്ങളിലും ബുദ്ധൻ ധ്യാനിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ പില്ലറിനടുത്ത്. ഈ പില്ലർ അത് കഴിഞ്ഞിട്ട് അശോക ചക്രവർത്തി പണിതാണ് ഈ പില്ലർ എന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. BC 3-ാം നൂറ്റാണ്ടിൽ, ഏതാണ്ട് 2300 വർഷങ്ങൾ മുമ്പാണ് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം പണിതത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അശോക ചക്രവർത്തിക്ക് ശേഷം സമുദ്രഗുപ്തനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പണിയുന്നത് എന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത പീരീഡ്, ആ സമയത്താണ് ഇതിൻ്റെ ക്ഷേത്രം ബാക്കി പണിയുന്നത്. ആ ക്ഷേത്രമാണോ ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രക്ചർ ആ ക്ഷേത്രമാണോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള പുനരുദ്ധാരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. ഈ ക്ഷേത്രത്തിനകത്തുള്ള ബുദ്ധൻ്റെ പ്രതിമയും 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ദൂരേന്ന് തന്നെ കാണാം. നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് ബുദ്ധൻ്റെ പ്രതിമ നമുക്ക് ദൂരെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തോട്ട് പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് ഏതാണ്ട് 2600 വർഷങ്ങൾ മുമ്പ് സിദ്ധാർത്ഥ രാജകുമാരന് പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ താല്പര്യമില്ലാതെ വീട് വിട്ട് ഇവിടെ വന്നിരുന്ന് ധ്യാനിച്ച് ജ്ഞാനോദയം ഉണ്ടായത്.
ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് പുറകിലായിട്ട് കാണുന്ന ആ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ബുദ്ധ ഭഗവാൻ ആയിട്ട് മാറുന്നത്. രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥന് ബുദ്ധനായിട്ട് മാറുന്നത് ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്ന് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകുന്നതോടുകൂടിയാണ്. ഇവിടെ നമുക്ക് ധാരാളം ബുദ്ധ ഭിക്ഷുക്കളും അതുപോലെ സാധാരണ ആൾക്കാരുമൊക്കെ ഇവിടുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത് ബുദ്ധൻ്റെ ഒരു കാൽപ്പാടാണ്, ബുദ്ധൻ്റെ കാൽപ്പാടാണെന്നാണ് ഗൈഡ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് ബുദ്ധൻ കാല് ചവിട്ടി ഉണ്ടായ പാടൊന്നുമല്ല. 3rd century BC-യിൽ അശോകനാണിത് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അശോകൻ നിർമ്മിച്ച ആ കല്ലിൽ ബുദ്ധൻ്റെ കാൽപ്പാട് കുത്തിയെടുത്തതായിരിക്കാം. അപ്പോൾ ഇതാണ് ഇതിന് ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് ഈ ആൽമരം ബുദ്ധനെ, ജ്ഞാനോദയം ബുദ്ധനെ ഇവിടെ ഇരുന്നാണ് ഈ ബോധി ഗയയിലെ ഈ ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്. അപ്പം ഇത് പലരും ചിലപ്പോൾ ചോദിക്കാൻ 2600 വർഷം പഴക്കമുള്ള ആൽമരമാണോ ഇതെന്നായിരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ആ മരം പോയി കഴിഞ്ഞ് പിന്നെ ആ സ്ഥാനത്ത് വേറെ മരം വന്നതായിരിക്കാം. ഇവിടെ ഈ ധ്യാനിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിട്ട് എല്ലാവരും വിദേശികളാണെന്ന് തോന്നുന്നു, ഇന്ത്യക്കാർ ആണെന്ന് തോന്നുന്നില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ആൽമരം കണ്ടോ, നല്ല രീതിയിൽ അത് സുരക്ഷിതമായിട്ട് ആൾക്കാരൊന്നും കയറി പിടിക്കുകയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ അത് വേലിയൊക്കെ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളിതിനൊരു പ്രദക്ഷിണം വെക്കുവാണ്, ചുറ്റും ഒന്ന് കറങ്ങുവാണ് ഈ ആൽമരത്തിന്. ബുദ്ധന് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ജ്ഞാനോദയം ഉണ്ടായതിന് ശേഷവും ബുദ്ധൻ അനേക കാലം ഈ ബോധിഗയയിൽ തന്നെ താമസിച്ചിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് കൃത്യമായിട്ട് എത്ര പീരീഡിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എങ്കിലും വളരെ കാലത്തിന് ശേഷം ആയിരിക്കണം അദ്ദേഹം സാരനാഥിലെത്തുകയും സാരനാഥിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉദ്ബോധനം തുടങ്ങുകയും അവിടെയാണ് ബുദ്ധമതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും സാരനാഥിൽ ആണെന്ന് നമുക്ക് പറയാം. സാരനാഥിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ ചേർക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാരനാഥിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ വെച്ചിരിക്കുന്ന സംഗതികൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് വെച്ചിരിക്കുന്നത്. വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അവിടെ പൂവും ഒക്കെ ഇട്ട് അലങ്കരിച്ച് ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ വരുന്ന ഡിവോട്ടീസിന് വേണമെങ്കിൽ ഈ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പ്രസാദം സങ്കല്പത്തിൽ വെച്ചിരിക്കുന്നതാണ്. വളരെ പ്രയോജനകരമായിട്ടൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ഇങ്ങോട്ട് വെള്ളമോ സാധനങ്ങളോ ഒന്നും ഇല്ലാതാണ് വന്ന് ശരിക്കും ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ ശരിക്കും ഒരു മാതൃകയാണത്. നമ്മൾ പ്രസാദം ആയിട്ട് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ്, അവർ വഴിപാടായിട്ട് ഇവിടെ വെക്കുന്നതാണെന്നാണ് അറിയാൻ സാധിക്കും. ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വെള്ളം എടുക്കാം. എടുത്തു കഴിയുമ്പോൾ ഇവിടെ വേറെ കുപ്പി കൊണ്ട് വെക്കും. ഇതുകൊണ്ട് നമ്മൾ ഈ താഴെയായിട്ട് കാണുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കല്ലുകൾ വെച്ചിരിക്കുന്നത്, ഇത് ബുദ്ധൻ ഇതുവഴി നടന്നു പോയി ബുദ്ധൻ്റെ കാല് പതിഞ്ഞ് ഓരോ സ്ഥലത്തും അശോക ചക്രവർത്തി ഓരോ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പണിതുണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പരിസരത്തായിട്ട് നമുക്ക് ഇതുപോലെ അനേകം ഈ സ്തൂപങ്ങൾ പോലെ ഈ ചെറിയ ഈ ആകൃതിയിൽ ഇങ്ങനെ ഓരോ നിർമ്മിതികൾ നമുക്ക് കാണാൻ വളരെ ചെറുതും വലുതുമായിട്ട് പല രീതിയിലുള്ളതുണ്ട്. ഇത് പറയുന്നത് ഇത് ഇവിടുത്തെ വരുന്ന ഓരോ ഭക്തർ ഡിവോട്ടീസ് അവർ ഇവിടെ പണിത് വെച്ചിരിക്കുന്നതാണ്. ചുറ്റും ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും നമുക്ക് തോന്നുന്നത് സ്മാരകങ്ങൾ അല്ലെങ്കിൽ ശവകുടീരങ്ങളൊക്കെ പോലെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഇത് ഡിവോട്ടീസ് അവരവർ ഇവിടെ വന്നിട്ട് അവർ ഒരു ഓർമ്മയ്ക്കായിട്ട് അവർ ഇങ്ങനെ പണിത് വെക്കുന്നതാണ്. അനേകം ഇതുപോലത്തെ പല രീതിയിലുള്ള സംഗതികൾ, പല വലുപ്പത്തിലും പല രീതിയിൽ പണിതിരിക്കുന്നതായിട്ടുള്ള അനേകം സ്തൂപങ്ങൾ ഇതുപോലെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഇരുന്ന് ഈ പരിസരത്തെല്ലാം ഇരുന്ന് ഒത്തിരി ആൾക്കാർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ആൽമരം പറയുന്നത് ഇത് ബുദ്ധൻ ഇവിടെ ഈ ബുദ്ധഗയയിലെ ജ്ഞാനോദയം ഉണ്ടായതിനു ശേഷം ഇവിടെ പല സ്ഥലത്തായിട്ടിരുന്ന് ധ്യാനിച്ചിരുന്നെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ 4ാം ആഴ്ച, അതായത് ജ്ഞാനോദയം ഉണ്ടായി 4 ആഴ്ചയ്ക്ക് ശേഷം ബുദ്ധന് ഇവിടെ വന്ന് ഈ കാണുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് ഇതുപോലെ ബുദ്ധൻ ധ്യാനിച്ചതായിട്ട് പറയുന്നത്. ജ്ഞാനോദയത്തിന് ശേഷം ബുദ്ധഭഗവാൻ ഓരോ സ്ഥലത്തായിട്ടിരുന്ന് ധ്യാനിച്ച പല സ്ഥലങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അത് എത്രാമത്തെ ആഴ്ച അങ്ങനെയാണ് പറയുന്നത്. 1ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഇന്നടത്തിരുന്നു, 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം, അങ്ങനെ നമുക്ക് അനേകം സ്ഥലങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളൊക്കെ കണ്ട് എന്ത് വൃത്തിയായിട്ടാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇവിടെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ സ്തൂപങ്ങളാണ്, ചെറുതൊക്കെ വളരെ വലുപ്പത്തിലുള്ള സ്തൂപങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിൻ്റെ പുറകിലായിട്ടൊരു കുളം ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയും ഈ കുളത്തിലോട്ട് പോകുന്ന വഴിക്കും നമുക്ക് ഇവിടെ ഒരു പില്ലർ കാണാനായിട്ട് പറ്റും. ഇതും അശോകൻ പണിത ഒരു പില്ലറാണെന്നാണ് പറയുന്നത്, ഒരു സ്തംഭമാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു താഴികക്കൂടം കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് അത് 290 കിലോ ഉള്ളൊരു താഴികക്കൂടമാണ്. പൂർണ്ണമായിട്ടും സ്വർണ്ണം കൊണ്ട് ഉള്ളതാണെന്നാണ് ഗൈഡ് പറഞ്ഞു തരുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും കറക്റ്റ് വിവരങ്ങൾ അറിയത്തില്ല, ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടുമില്ല. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്.
ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കുളമാണ്. ഇവിടെ ബുദ്ധൻ ധ്യാനിച്ച് ഇരുന്ന ഒരു സ്ഥലം ആണെന്നും നമ്മൾ പറഞ്ഞ പോലെ പല സ്ഥലത്ത് ധ്യാനിച്ചിരുന്ന പോലെ ഇവിടെയും ബുദ്ധൻ ധ്യാനിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കുളമാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ലോർഡ് കണ്ണിങ്ങാം ഇത് പുനർനിർമ്മിച്ചു എന്നുമാണ് പറയുന്നത്. ഇത്രയൊക്കെ കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഗൈഡ് ഇത്രയൊക്കെ ഉള്ളതെന്നും പറഞ്ഞ് ഗൈഡ് അങ്ങ് പോയി. എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇതിൻ്റെ ഔട്ടർ ആയിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴി കൂടെയുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല വൃത്തിയാണ്. ഇവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് വൃത്തിയും ഭംഗിയും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലത്ത്. നമ്മൾ മറ്റു പല ക്ഷേത്രങ്ങളൊന്നും കാണുന്ന പോലെയല്ല, നല്ല രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ. വളരെ ശാന്തവുമാണ് അന്തരീക്ഷം. ഇവിടെ നമ്മൾ മുമ്പേ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ക്ഷേത്രം ഖിൽജിയുടെ കാലത്ത് മുഗൾ ചക്രവർത്തി ഖിൽജിയുടെ കാലത്ത് ഈ ക്ഷേത്രം തകർത്ത് ഏകദേശം പൂർണ്ണമായി എൻ്റെ ഭാഗങ്ങൾ മുഴുവൻ തകർത്ത് ഇത് മണ്ണിൽ മൂടിയിട്ടിരുന്നെന്നാണ് പറയുന്നത്. കുറച്ച് ഭാഗങ്ങളും കണ്ട് അവശേഷിച്ചായിരുന്നു, ബാക്കി ഭാഗങ്ങളൊക്കെ മണ്ണിൽ മൂടിക്കളഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്. അതിനുശേഷം പലരും ഇത് പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും ഒരു ലോർഡ് കണ്ണിങ്ങാം, ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി ആയിരുന്ന ഒരു ലോർഡ് കണ്ണിങ്ങാം ഈ ഒരു ഗയയിലെ ഈ ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ഇത് മാത്രമല്ല, ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ട്രക്ചറുകളും പണിയുന്നതിനും അതൊക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ഇൻട്രസ്റ്റ് കാണിച്ച ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി ആയിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രസിദ്ധമായിട്ടുള്ള നളന്ദ സർവകലാശാലയും ഇവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങോട്ട് നമ്മൾ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതും ഖിൽജി നശിപ്പിച്ച് കളഞ്ഞതായിട്ട് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഈ വാരണാസി ട്രിപ്പിൻ്റെ കൂടെ, അയോധ്യ പ്രയാഗ്രാജ് വാരണാസി ട്രിപ്പിൻ്റെ കൂടെയൊക്കെ ഒരു 2-3 ദിവസം കൂടെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗയയും വന്ന് കാണാം, ഇതിനടുത്തുള്ള നളന്ദയും വന്ന് കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മളിതിൻ്റെ ചുറ്റും നടന്ന് നമ്മൾ വേറൊരു ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല വലുപ്പത്തിലുള്ള ഈ മുമ്പ് നമ്മൾ കണ്ട പോലത്തെ ഒരു സ്തൂപം പോലെ ഒരു സംഗതി കാണാം. അതുപോലെ ഇവിടെ ഇരുന്ന് എന്തോ ജപിക്കുന്ന ഒരു മന്ത്രം പോലെ എന്തോ ഒരു സംഗതി ജപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒത്തിരി പേര്, ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ധ്യാനിച്ചിരിക്കുന്നതും പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടൊക്കെ ഒത്തിരി പേര് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ ബോധിക ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാം. നമ്മളിപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ, ഇവിടെ ഇനി അനേകം സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഈ ബോധിക ക്ഷേത്രത്തിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ശ്രീലങ്കൻ ബുദ്ധക്ഷേത്രമാണ്. ഇവിടെ ഈ മൊണാസ്ട്രിയും കൂടെ ചേർന്നിട്ട് ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ട് നമ്മളിപ്പം അനേകം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നേരം ബുദ്ധമതം എത്രമാത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്, ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമൊന്നുമല്ല, ഇപ്പം അമേരിക്ക അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ബുദ്ധമതം വളരെ പ്രചാരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ബുദ്ധഗയയുടെ പരിസരത്ത് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത ക്ഷേത്രങ്ങളും മൊണാസ്ട്രികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശ്രീലങ്കൻ ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ട് അവിടെ ജ്യൂസ് എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. ഇതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഈ ബുദ്ധ കേന്ദ്രങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൊടിയാണ്. അതിനകത്ത് നീല, മഞ്ഞ, ചുവപ്പ്, വെള്ള, ഓറഞ്ച് ഇങ്ങനെ പല കളറുകളിലുള്ള സൈസ് ഒരു കൊടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ടിബറ്റൻ ബുദ്ധ ടെമ്പിളാണ്. നമുക്കറിയാം ടിബറ്റാണ് ബുദ്ധമതത്തിൻ്റെ ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധമത കേന്ദ്രങ്ങളും ബുദ്ധമതത്തിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ടിബറ്റിലാണ്. അപ്പം ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു വളരെ വലിയൊരു ശാഖ തന്നെയുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുദ്ധിസവും ടിബറ്റൻ ബുദ്ധിസമാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഒരു ടിബറ്റൻ ബുദ്ധമത കേന്ദ്രമാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും അല്ല വരുന്നത്. ഇതൊരു മൊണാസ്ട്രി ആണെന്ന് തോന്നുന്നത്. പണ്ട് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് മുതലേ ഉള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്, ഈ ടിബറ്റൻ മൊണാസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാനില്ല. അകത്തോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം എടുത്തില്ല. ഞാനല്ലോ അകത്തോട്ട് കയറി പോകുന്നില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഫീല് ഇതുവരെ ഇവിടെ കാണാനായിട്ടില്ല. ഇതൊരു ഭൂട്ടാൻ ബുദ്ധക്ഷേത്രമാണ്. ഇത് കണ്ടോ, നമ്മൾ ഈ പല രാജ്യങ്ങളുടെയും ബുദ്ധക്ഷേത്രങ്ങൾ കാണുമ്പോൾ
ആ ക്ഷേത്രങ്ങളുടെ എല്ലാം സ്ട്രക്ചറുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും കണ്ട വളരെ ഭംഗിയായിട്ട് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയും വളരെ വൃത്തിയായിട്ടാണ് ഈ ക്ഷേത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബുദ്ധ ഫിലോസഫി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ടിബറ്റൻ ഫിലോസഫി ഇപ്പോൾ അനേകം വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള അങ്ങനെ പ്രഗത്ഭമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളും ഈ ടിബറ്റൻ ബുദ്ധിസത്തിനെ കുറിച്ചുള്ള റിസർച്ചുകളും ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഫിലോസഫിയായിട്ട് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ബുദ്ധിസത്തിനെ കുറിച്ച് പല ആൾക്കാരും മനസ്സിലാക്കുന്നത് ഹിന്ദുയിസത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അനേകം സാമ്യങ്ങൾ ഹിന്ദു ഫിലോസഫി ആയിട്ട് ഈ ബുദ്ധിസത്തിനുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കൊണ്ട് ബുദ്ധൻ്റെ പ്രതിമ എന്തേരം വലിപ്പമുള്ളൊരു പ്രതിമയാണ്. ഈ ബുദ്ധക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൂർത്തികൾ, അവിടുത്തെ പ്രതിമകൾ വളരെ വലുതായിരിക്കും. ഹിന്ദു ക്ഷേത്രത്തിനെ അപേക്ഷിച്ച് ഹിന്ദു ക്ഷേത്രത്തിൽ മിക്കവാറുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ ചെറിയ പ്രതിമകളായിരിക്കും. പക്ഷേ ഇത് വളരെ വലുതാണ് ബുദ്ധക്ഷേത്രങ്ങളിലെ പ്രതിമകൾ. ഇത് ഈ ബുദ്ധഗയയിൽ തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്. ബുദ്ധൻ്റെ വളരെ വലിയ ഒരു ബുദ്ധനിരുന്ന് ധ്യാനിക്കുന്ന ഒരു പ്രതിമയാണ്. എനിക്കൊന്ന് കാഴ്ചയിൽ ഒരു 100-150 അടി പൊക്കമുള്ളൊരു പ്രതിമയാണ്. ഇവിടെയും അനേകം ആൾക്കാർ വരുന്ന ഒരു ഇതാണ്. ഇത് ഏത് കാലത്ത് പണിതാണോ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഒത്തിരി പഴക്കമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഹിന്ദു ഫിലോസഫിയുമായിട്ട് ഈ ബുദ്ധ ഫിലോസഫി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശങ്കരാചാര്യരുടെയൊക്കെ ഭഗവത്ഗീതയുടെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും ഉപനിഷത്തുകളുടെയും ഒക്കെ പല വ്യാഖ്യാനങ്ങളിലും ഈ ശങ്കരാചാര്യരുടെ പല കൃതികളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പൂർവപക്ഷി, അതായത് ശങ്കരാചാര്യ ഒരു സിദ്ധാന്തം പറയുമ്പം ആ സിദ്ധാന്തത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വാദമുഖം ശങ്കരാചാര്യ തന്നെ ഉന്നയിക്കുകയും അതൊരു മറ്റ് സിദ്ധാന്തത്തിൻ്റെ ഒരാൾ സംസാരിക്കുന്ന രീതിയിലും സംസാരിക്കുന്നത് നമുക്ക് ഈ ശങ്കര വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് പൂർവപക്ഷം എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യ ഇപ്പോൾ ഒരു സിദ്ധാന്തം പറയുകയാണെങ്കിൽ ആ സിദ്ധാന്തത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ബുദ്ധന്മാരതിനെ ഖണ്ഡിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് ഈ ശങ്കര വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേകം സ്ഥലങ്ങളിൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് അറിയാം ശങ്കരാചാര്യ പറയുന്ന ഒരു സിദ്ധാന്തത്തിനെ അത് പല വൈശേഷികരും അങ്ങനെയുള്ള പല ആൾക്കാരും ഖണ്ഡിക്കുന്ന കൂടെ ബുദ്ധ മതക്കാരും ബൗദ്ധന്മാരും ഇതിനെ ഖണ്ഡിച്ച് സംസാരിക്കുന്നതായിട്ടും അതിന് എതിർവാദങ്ങൾ ശങ്കരാചാര്യ നിരത്തുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലും വളരെയേറെ, നമ്മുടെ ഹൈന്ദവ ഫിലോസഫിയിലും വളരെയേറെ പ്രാധാന്യം ഉള്ള ഒരു ഫിലോസഫി തന്നെയാണ് ഈ ബുദ്ധ ഫിലോസഫി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന ബുദ്ധൻ്റെ നേരിട്ടുള്ള ടീച്ചിങ്ങുകളെ കഴിഞ്ഞും കൂടുതൽ ബുദ്ധൻ്റെ ശിഷ്യന്മാർ ആണ് ഈ ബുദ്ധ ഫിലോസഫി വികസിപ്പിച്ച് എടുക്കുന്നത്. നാഗാർജുനൻ അങ്ങനെ പറയുന്ന, ചന്ദ്രകീർത്തി അങ്ങനെ പറയുന്ന ബുദ്ധ ശിഷ്യന്മാരാണ് ഈ ഫിലോസഫിയെ ബുദ്ധൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തലമല്ലാതെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ നാഗാർജുനനും ചന്ദ്രകീർത്തിയൊക്കെയാണ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഇന്നും വളരെ റിസർച്ച് ചെയ്യപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂല മധ്യമ കാരിക പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്. ഇതൊരു ജാപ്പാനീസ് ബുദ്ധക്ഷേത്രമാണ്. ഇത് 1983 അന്നത്തെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണിത് ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജാപ്പാനീസ് ക്ഷേത്രമാണ്. ഇവിടെ ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മൊണാസ്ട്രി ഒന്നും കാണുന്നില്ല. മൊണാസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു, പുറകുവശത്തായിട്ട് മൊണാസ്ട്രി ഉണ്ട്. ഇത് കുറേ സ്റ്റെപ്പ്, ഇത് കണ്ട ഓരോ സ്ട്രക്ചറുകൾ വ്യത്യാസമുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും. നമ്മൾ നേരത്തെ കണ്ട ഇതുപോലെ ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരണ്ടായിരുന്നു. കുറേ സ്റ്റെപ്പുകൾ കയറി അകത്തോട്ട് വന്നാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുന്നത്. ഇവിടെയും ക്യാമറയ്ക്കൊന്നും പ്രശ്നമില്ല. ഇവിടെയും ബുദ്ധൻ്റെ ഒരു സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു പ്രതിമ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ജാപ്പാനീസ് ക്ഷേത്രമാണിത്. അടുത്തത് ഒരു കർമ്മ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളാണ്. ഇത് ഒരു ഇന്ത്യൻ ക്ഷേത്രം തന്നെയാണെന്ന് തോന്നുന്നു. ഭാരതീയ ബുദ്ധ ക്ഷേത്രം തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളകത്തോട്ട് കൂടുതലകത്തോട്ട് കയറി പോകുന്നില്ല. ഇത് ഈ ബോധികയിൽ തന്നെയുള്ള മറ്റൊരു ബുദ്ധ ടെമ്പിളാണ്. ഇത് പുതിയതായിട്ട് പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് മുമ്പെയൊക്കെ നമ്മൾ കണ്ടതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത് കംപ്ലീറ്റ് ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് ബുദ്ധൻ്റെ ഒരു വളരെ വലിയൊരു പ്രതിമ നമുക്ക് ക്ഷേത്രത്തിന് വെളിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല വെള്ള മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും വളരെ ഭംഗിയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സംഗതി, ഇവിടെ വരുന്നവർക്ക് ഈ ഒരു ഭക്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും കാണാനായിട്ട് നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ബോധികയിലെ തന്നെ ബുദ്ധൻ്റെ മറ്റൊരു ക്ഷേത്രമാണ്. ഇവിടെ വളരെ വലിയ ഒരു പ്രതിമ, ഒരു ബുദ്ധൻ്റെ നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ളൊരു പ്രതിമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
അപ്പം ബോധിഗയയിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം ഇവിടെ കണ്ടു കഴിഞ്ഞു എന്ന് പറയാം. ബോധിഗയയിലെ കാഴ്ചകളൊക്കെ കുറച്ചും കൂടെയൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് വീഡിയോ ഒത്തിരി നീണ്ടുപോകും ഞാൻ മുഴുവൻ കാഴ്ചകളും കാണിക്കാനിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ബോധിഗയയിൽ നിന്ന് വന്ന് വീണ്ടും ഗയയിൽ തന്നെയാണ് വന്നത്. ഗയയ്ക്ക് മറ്റൊരു വളരെ പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ദശരഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, വനവാസത്തിന് പോയി കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ പിണ്ടദാനം, അവരുടെ ദശരഥൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത സ്ഥലം ഗയയിലാണ്. ഗയയിലൂടെ ഒഴുകുന്ന ഫാൽഗു നദിയുടെ തീരത്താണ്. ഫാൽഗു നദി ഗംഗാനദിയിലോട്ട് ചെന്ന് ചേരുന്ന നദിയാണ്. ഫാൽഗു നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഗയ. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോഴേ ഈ നദിയിൽ ഒരു തുള്ളി വെള്ളമില്ല, മുഴുവൻ വരണ്ട് കിടക്കുവാണ്. ആൾക്കാരൊക്കെ ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം. ശക്കലം പോലും വെള്ളമില്ലാതെ വരണ്ട് കിടക്കുകയാണ്. അപ്പം ഇതാണ് ബോധിഗയയിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഗയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടെ ആൾക്കാർ ഈ പിതൃകർമ്മങ്ങൾക്കൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ, നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ അനുസരിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് ഗയ പറയുന്നത്. അപ്പം ഗയയിൽ തന്നെ ബുദ്ധ ക്ഷേത്രത്തിനോട് ഒപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ ഗയയിലെ ഈ ബലികർമ്മങ്ങളൊക്കെ നടക്കുന്ന ഈ സ്ഥലം. ഗയയുടെ ഫാൽഗു നദിയുടെ തീരത്തുള്ള ഈ സ്ഥലം. ഇവിടെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വിഷ്ണുപാദ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ശ്രീരാമ കഥകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ബീഹാറിലെ ബോധി ക്ഷേത്രത്തിൻ്റെയും ഗയയുടെയും ഒക്കെ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.